ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കീം എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, സോ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കീം എക്സാം നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, ലൈക്ക് കെമിസ്ട്രി ആണ്. എനിക്ക് പേഴ്സണലി കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും കൂടുതൽ ബെസ്റ്റ് അറിയാമായിരുന്നത്. സോ ലൈക്ക് ആദ്യം കെമിസ്ട്രി അറ്റൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും ലീസ്റ്റ് അറിയാവുന്നത്, നമുക്ക് ഒട്ടും അറിയാത്ത സംഭവം ഏറ്റവും അവസാനം കൊണ്ടുപോയി എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ കേസിൽ കെമിസ്ട്രി ആയിരുന്നു ആദ്യം. സോ ലൈക്ക് ആദ്യം കെമിസ്ട്രി എഴുതാം, പിന്നെ മാത്സ്, പിന്നെ ഫിസിക്സ് ടഫാണല്ലോ ആൻഡ് കൺഫ്യൂഷനും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ലൈക്ക് ഫിസിക്സ് നിങ്ങൾ ലാസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്കിപ്പം കെമിസ്ട്രി ഇച്ചിരി പാടാണെങ്കിൽ അതുകൊണ്ട് ലാസ്റ്റ് എഴുതിക്കും. പക്ഷേ പൊതുവേ കെമിസ്ട്രി പാടാവാറില്ല. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സാം എഴുതത്തില്ലേ, മോക്ക് ടെസ്റ്റ് കൊടുക്കുകയാണെന്ന് വെച്ചോ. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ അപ്പോൾ വിട്ടേക്കണം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ മാക്സിമം നിങ്ങൾ 1 മിനിറ്റ് നിങ്ങൾക്ക് ആലോചിക്കാൻ ടൈമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിരിക്കണം. ഓക്കെ, ലൈക്ക് നമുക്ക് ടൈമില്ല, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇത്രയും സമയത്തിനുള്ളിൽ 3 മണിക്കൂറിനുള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ച് നോക്കുക. ആൻഡ് മാത്സ് നിങ്ങൾ ഏറ്റവും അവസാനം വെക്കരുത്. കാരണം മാത്സിൽ പൊതുവെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്സിനുണ്ട്. ഡിവൈഡഡ് ബൈ 3 അല്ലല്ലോ, മറ്റേ ഡിവിഷൻ ക്വസ്റ്റ്യൻസ് നമ്പർ മാറി വരത്തില്ലേ. അപ്പം നിങ്ങൾ മാത്സ് നിങ്ങൾ ഒന്നെങ്കിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിഡിൽ അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ പറയണു ആദ്യം കെമിസ്ട്രി അറ്റംപ്റ്റ് ചെയ്യുക, പിന്നെ മാത്സ്, പിന്നെ ഫിസിക്സ്, ഈ ഒരു ഓർഡർ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വിട്ടേക്കാം. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. ഓക്കെ, അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. ആൻഡ് നിങ്ങൾ കുറേ നേരം ആലോചിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, കുറേ നേരം ആലോചിക്കാൻ പോകരുത്. ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടേക്കണം. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദി എക്സാം നടക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്കിപ്പം കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ നോക്കി കുറേ ക്വസ്റ്റ്യൻസ് നോക്കി, നമുക്കിപ്പം കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മളിങ്ങനെ ലൈക്ക് ഒന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം നമ്മൾ അതൊക്കെ വിട്ടുകൊണ്ടിരിക്കാം. അപ്പം കുറേ ആയിട്ട് നമുക്ക് കിട്ടാതെ വരുമ്പം നമ്മൾ ലോ ആയി പോകത്തില്ലേ, നമുക്ക് ആ ഒരു സ്പിരിറ്റ് ഇച്ചിരി കുറയില്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലോ ആയി പോകരുത്. ഓക്കെ, ലൈക്ക് നിങ്ങൾക്കറിയാൻ പറ്റില്ല, അടുത്ത തവണ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് പലതും കിട്ടിയില്ല. നമുക്ക് രണ്ടാമത്തെ തവണ വീണ്ടും ആദ്യം തൊട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുമ്പോഴേ നമുക്കതിൽ പലതും കിട്ടും. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു ട്രിക്ക് പോലെയാണ്. ലൈക്ക് നമ്മൾ ആദ്യത്തെ തവണ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് പലതും അറിയത്തില്ലെന്ന് തോന്നും, പക്ഷേ പിന്നീട് അത് അറിയാമെന്ന് തോന്നും. അതുപോലെ ഓപ്പോസിറ്റ് നടക്കാറുണ്ട് കേട്ടോ. ആദ്യത്തെ തവണ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതും അറിയുമെന്ന് തോന്നും, പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലാവണം അയ്യോ ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ അതായത് ഒരു എക്സാം എഴുതുമ്പം ആ എക്സാമിലെ ക്വസ്റ്റ്യൻസിലൂടെ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും പോയിരിക്കണം. അതായത് 2 തവണ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും നിങ്ങൾ പോയിരിക്കണം. ഓക്കെ, മാക്സിമം വാല്യൂ ഒന്നുമില്ല, മാക്സിമം എത്ര പറ്റാവുന്ന എത്രയും പോയിക്കോളൂ. പക്ഷേ 2 തവണയെങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. ഓക്കെ, ആൻഡ് അപ്പോഴായിരിക്കും നമ്മൾക്ക് വരുത്തിയിരിക്കുന്ന സില്ലി മിസ്റ്റേക്സൊക്കെ നമുക്ക് അവിടെ തന്നെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് മോക്ക് ടെസ്റ്റ് കുറേ കൊടുക്കണം. നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, കാരണം മോക്ക് ടെസ്റ്റിലാണ് കീമിൻ്റെ കളി ഇരിക്കണം. ലൈക്ക് കീം എന്ന് പറയുന്നത് നമ്മളിപ്പം ജെയ്ഡ് അത്ര പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൽ നമ്മൾ ടൈം മാനേജ്മെൻറ്റിൽ കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റാവുന്നത്രയും മോക്ക് ടെസ്റ്റ് എഴുതുക. ഓക്കെ, ആൻഡ് കീമിനിങ്ങനെ ഇപ്പം ഇത്രയും കാലം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇനിയുള്ള സമയം അടിപൊളിയായി പഠിച്ചാൽ കിട്ടാവുന്ന സംഭവമാണ് കീം. നീറ്റ് ജെയ് പോലെയല്ല. നീറ്റ് ജെയ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യം തൊട്ട് പഠിച്ചില്ലെങ്കിൽ അവസാന നിമിഷം പഠിച്ചെടുക്കാൻ പാടായിരിക്കും. പക്ഷേ കീമിന് അങ്ങനെയല്ല ഗൈസ്. കീമിന് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇപ്പോൾ തൊട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. ആൻഡ് അത് റിവ്യൂ ചെയ്യണം. അത് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ തെറ്റിയത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ വേണേൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത മോക്ക് ടെസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ആ മിസ്റ്റേക്സ് തിരുത്തിയാൽ മതി. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ഗൈസ്.